വർഷം 4 മുഖ്യമന്ത്രിമാർ. പക്ഷെ ഒരു കസേരയ്ക്ക് മാത്രം മാറ്റമില്ലായിരുന്നു. ഉപമുഖ്യമന്ത്രി അജിത് പവാർ. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ തിരക്കഥകൾ സ്വന്തം വിരൽത്തുമ്പിൽ നിയന്ത്രിച്ചിരുന്ന ആ രാഷ്ട്രീയ വിസ്മയം ബാരാമതിയിലെ ആകാശചുഴിയിൽ എരിഞ്ഞടങ്ങിയപ്പോൾ വലിയ ചോദ്യങ്ങളും ബാക്കി നിർത്തി. ഇന്ന് രാവിലെ ബാരാമതി വിമാനത്താവളത്തിലുണ്ടായ ദാരുണമായ വിമാനാപകടം അജിത് പവാർ എന്ന അജിത് ദാദിയുടെ അന്ത്യം മാത്രമല്ല, മറിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും അന്ത്യമാണ് കുറിച്ചത്. അദ്ദേഹത്തിന്റെ അന്ത്യം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും പ്രത്യേകിച്ച് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ 2 വിഭാഗത്തെയും വലിയ അനിശ്ചിതത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. BJP ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന, അജിത് പവാറിന്റെ NCP എന്നിവരടങ്ങുന്ന മഹായുതി സർക്കാരിൽ അദ്ദേഹത്തിന്റെ വിയോഗം വലിയ സ്വാധീനം ചെലുത്തും. നിലവിൽ സർക്കാരിൽ NCPക്ക് 41 MLAമാരുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണം ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിക്കുന്നത് NCPക്കായിരിക്കും. അദ്ദേഹത്തിന്റെ വിഭാഗത്തിലും അമ്മാവൻ ശരത് പവാർ നയിക്കുന്ന NCP വിഭാഗത്തിലും 41 MLAമാരും ഒരു ലോക്സഭ MPയുമുള്ള അജിത് പവാർ വിഭാഗത്തിനാണ് ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ സ്വാധീനമുള്ളത്. 2023 അജിത് പവാർ തന്റെ അമ്മാവൻ സ്ഥാപിച്ച NCP പിളർത്തിക്കൊണ്ട് BJP സേനാ സഖ്യത്തിൽ ചേരുന്നത്. അതിനു മുൻപ് 2019 അദ്ദേഹം BJPയുമായി ചേർന്ന് പുലർച്ചെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ അന്ന് ശരത് പവാറിന്റെ വിളി വന്നതോടെ അദ്ദേഹം മടങ്ങിയെത്തി. എന്നാൽ 4 വർഷത്തിന് ശേഷം പാർട്ടി വീണ്ടും പിളർത്തുകയായിരുന്നു. അമ്മാവനുമായി രമ്യത്തിലാവുകയും NCP കുടുംബം ഒന്നാവുകയും ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിനിടയിലാണ് അജിത് പവാറിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. പിപ്രി ചഞ്ച്വാഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ NCP ഒന്നിച്ച് മത്സരിച്ചത് ഇതിന്റെ സൂചനയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടോടെ പല ചോദ്യങ്ങളും ഉയരുകയാണ്. NCPയിൽ നിന്നും ഇനി ആര് ഉപമുഖ്യമന്ത്രിയാകും? ഇരു വിഭാഗങ്ങളും ഒന്നിക്കുമോ? ഈ നിർണായക ഘട്ടത്തിൽ അജിത് പവാറിന്റെ MLAമാർ ഒരുമിച്ച് നിൽക്കുമോ? NCPയിൽ അജിത് പവാറും സുപ്രിയ സുലെയുമായിരുന്നു പ്രധാന മുഖങ്ങൾ. സുപ്രിയ ഡൽഹിയിലെ രാഷ്ട്രീയ മുഖമാകുമ്പോൾ അജിത് പവാർ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള തന്ത്രശാലിയായ നേതാവായി മാറിയിരുന്നു. പാർട്ടി ഒന്നിക്കുകയാണെങ്കിൽ സുപ്രിയ കേന്ദ്ര നേതൃത്വത്തിനും അജിത് പവാർ ഗ്രാമീണ മഹാരാഷ്ട്രയിലെ അടിത്തറയിലും പാർട്ടിയെ നയിക്കുമായിരുന്നു. അജിത് പവാറിന്റെ അനന്തരവൻ രോഹിത് പവാർ MLA ആണെങ്കിലും രാഷ്ട്രീയത്തിൽ ഇനിയും വളരാനുണ്ട്. ഭാര്യ സുനേത്ര പവാർ രാജ്യസഭ MP ആണ്. അതേസമയം വലിയ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയാണ് അജിത് പവാറിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്ര പോലീസും എത്തി. അജിത് പവാറിന്റെ മരണം വളരെ അപ്രത്യക്ഷമായിരുന്നു. വിമാനാപകടത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ DGCAയും അന്വേഷണം ആരംഭിച്ചു. 2ാം തവണയും ലാൻഡിംഗ് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു വിമാനം തകർന്ന് പൊട്ടിത്തെറിച്ചത്. സാങ്കേതിക പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. രാജ്യത്തെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഈ മരണം അദ്ദേഹത്തെ വലിയൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ വലിയ ദുരൂഹതകളും ഈ മരണത്തിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.